ഗാസയിൽ 15 ഹമാസ് ഭീകരന്മാരെ വധിച്ച ഇസ്രായേലി സേന. ഗാസയിലെ റഫയ്ക്ക് സമീപമുള്ള ബങ്കറിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലിന്റെ വ്യോമസേന നിറയൊഴിക്കുകയായിരുന്നു. സ്പോട്ടിൽ 11 ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നാണ് ഇസ്രായേലി സേന ഇപ്പോൾ അവകാശപ്പെടുന്നത്. 5 ഭീകരന്മാരെ ഇസ്രായേലി സേന പിടികൂടുകയും ചെയ്തു. ഇവരിൽ നിന്ന് നിർണായകമായ വിവരങ്ങളാണ് IDF-ന് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിരവധി മണിക്കൂറുകളായി ഗാസയിലെ റഫയ്ക്ക് സമീപമുള്ള ബങ്കറുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നു ഇസ്രായേലി വ്യോമസേനയും ഇസ്രായേലിന്റെ നിരീക്ഷണ ഡ്രോണുകളും. ഇതിനിടയിലാണ് ഒരു ബങ്കറിൽ നിന്ന് നിരവധി ഹമാസ് ഭീകരന്മാർ പുറത്തേക്ക് നുഴഞ്ഞിറങ്ങുകയും അവർ ഒരു സേഫ് സോൺ ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ നീങ്ങുകയും ചെയ്യുന്നതായി ഇസ്രായേലി സേനയ്ക്ക് ബോധ്യപ്പെട്ടത്. സമീപ പ്രദേശത്തെ IDF-ന്റെ ഷെൽട്ടറുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ നീക്കം. ഇവരുടെ പക്കൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഈ ദൃശ്യങ്ങളിലൂടെ IDF-ന് ബോധ്യപ്പെട്ടു. ഇതിന് പിന്നാലെയാണ് IDF-ന്റെ സ്ട്രൈക്കും ഡ്രോൺ സ്ട്രൈക്കും ഈ ഭീകരന്മാർക്ക് നേരെ ഉണ്ടായത്. 11 ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നാണ് സേന അവകാശപ്പെടുന്നത്. പിന്നാലെ 4 പേരെ കൂടി പല ഘട്ടങ്ങളിലായി വധിച്ചുവെന്നും ഇസ്രായേലി സേന അവകാശപ്പെടുന്നുണ്ട്. ഇവരെ കൂടാതെ 5 ഹമാസ് ഭീകരന്മാരെ റഫയ്ക്ക് സമീപം വെച്ച് പിടികൂടിയെന്നും ഇസ്രായേലി സേന അവകാശപ്പെടുന്നു. ഗാസയിലുടനീളം ഹമാസിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ ഹമാസ് വേട്ട തുടരുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തുവിടാൻ കഴിയുന്നത്. റഫയ്ക്ക് സമീപമുള്ള ടണലുകളിൽ ഭൂഗർഭ ബങ്കറുകളിൽ ഇനിയും 200 മുതൽ 300 വരെ ഹമാസ് ഭീകരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലി സേനയുടെ കണക്ക് കൂട്ടൽ. ഇതിൽ നിരവധി ഭീകരന്മാർ പല ഘട്ടങ്ങളിലായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ഇസ്രായേലി സേനയുടെ തോക്കുകൾക്ക് ഇരയാവുകയും ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു അക്രമം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് ഭീകരന്മാർക്ക് നേരെ ഇസ്രായേലി സേന നടത്തിയത്. അതേസമയം റഫയ്ക്ക് സമീപം കണ്ടെത്തിയ 7 കിലോമീറ്റർ നീളമുള്ള 25 അടി താഴ്ചയുള്ള വലിയ പടുകൂറ്റൻ തുരങ്കം അത് ഇസ്രായേലിന്റെ കോമ്പാക്ട് എഞ്ചിനീയർമാർ ബോംബ് വെച്ച് തകർത്തു എന്നുള്ള വാർത്തകളും ഇസ്രായേലി മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഈ ബോംബ് വെച്ച് തകർക്കുന്നതിന്റെ ദൃശ്യങ്ങളടക്കം കൃത്യമായി തന്നെ റെക്കോർഡ് ചെയ്ത് അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രചരിപ്പിക്കുകയാണ് IDF. ഈ ബങ്കറിനുള്ളിൽ ജീവനോടെ ഹമാസ് ഭീകരന്മാർ അവശേഷിച്ചിരുന്നില്ലെന്നും നിരവധി ആയുധങ്ങൾ കണ്ടെടുത്തുവെന്നും വർഷങ്ങളോളവും ഈ ബങ്കർ ഹമാസിന്റെ പ്രാദേശിക കമാൻഡർ തലവന്മാരുടെ കേന്ദ്രമായി പ്രവർത്തിച്ച ഇടമായിരുന്നെന്നും ഇവിടെയാണ് പ്രധാനമായും ഇസ്രായേലി സേനയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻസിന്റെ ഗൂഢാലോചന നടന്നിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. നിരവധി ഇസ്രായേലി സൈനികരുടെ ജീവനറ്റ ശരീരങ്ങൾ ഇവിടെ സൂക്ഷിച്ചിരുന്നുവെന്നും ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ നിരവധി പേരെ ഈ ബങ്കറിനുള്ളിൽ മാസങ്ങളോളം സൂക്ഷിച്ചിരുന്നുവെന്നുമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിക്കുന്നത്. 80 മുറികളുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു ബങ്കറാണ് ഇസ്രായേലി സേന കണ്ടെത്തിയത്. വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ ശേഷിയുള്ള നിരവധി ശൗചാലയങ്ങളുള്ള നിരവധി കിടപ്പുമുറികളുള്ള ഒരു കെട്ടിടത്തിന് സമാനമായിട്ടുള്ള ഒരു ബങ്കർ. ആ ബങ്കറിനുള്ളിൽ നിരവധി ആയുധ സംഭരണ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി ഓഫീസുകൾ പോലെ വർക്ക് ചെയ്തിട്ടുള്ള പ്രദേശങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ കോമ്പാക്ട് എഞ്ചിനീയർമാർ 10 കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർത്തു എന്നാണ് ഇപ്പോൾ ഇസ്രായേലി മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ ബങ്കർ ഇസ്രായേലി സേന കണ്ടെത്തിയത്. 2014 ഹമാസ് വധിച്ച ഇസ്രായേലി സൈനികന്റെ മൃതശരീരങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഈ ബങ്കറിലായിരുന്നു. 2 മാസം മുമ്പാണ് ഈ മൃതശരീരാവശിഷ്ടങ്ങൾ ഹമാസ് ഇസ്രായേലി സേനയ്ക്ക് കൈമാറിയത്. ഇപ്പോൾ ഇത് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ കൂടി വരികയാണ്. ഗാസയിൽ ഹമാസിനെതിരെ ഓരോ മണിക്കൂറിലും ആക്രമണം രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന. വെടിനിർത്തൽ കരാർ പൂർണ്ണമായും ഇല്ലാതായിരിക്കുന്നു. ഗാസയിൽ ഹമാസിന് നേരെ വ്യോമാക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ഇസ്രായേലി സേന തുടരുകയാണ്. ഗാസ അതിർത്തിയിലേക്ക് ഇസ്രായേലിന്റെ കരസൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഗാസയ്ക്കുള്ളിലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേലിന്റെ കരസേന.
ഗാസയിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലി സേന നടത്തിയ ആക്രമണത്തിൽ 15 ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതുതായി ഇസ്രായേലി മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. 5 ഹമാസ് ഭീകരന്മാരെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. ഈ ഹമാസ് ഭീകരന്മാരിൽ നിന്ന് ഹമാസ് ഭീകരരുടെ അവശേഷിക്കുന്നവരുടെ ഒളിയിടങ്ങളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് ഇസ്രായേലി സേന അവകാശപ്പെടുന്നത്. അതേസമയം തന്നെ ബങ്കറുകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ വധിക്കരുതെന്നും അവരെ ജീവനോടെ രാജ്യം വിട്ടുപോകാൻ അനുവദിക്കണമെന്നും വീണ്ടും ഖത്തറും ഈജിപ്തും ആവശ്യപ്പെട്ടിരിക്കുന്നു. തുർക്കിയും സമാന ആവശ്യവുമായി ഇസ്രായേലിനെ സമീപിച്ചിട്ടുണ്ട്. അതേസമയം ഗാസയിൽ ഇനിയും ആക്രമണം തുടർന്നാൽ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും വലിയ മുന്നറിയിപ്പ്. ഖത്തറും ഈജിപ്തും കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നടത്തിയിരുന്നു. ഖത്തർ വിദേശകാര്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഇക്കാര്യം ഇസ്രായേലി വിദേശകാര്യമന്ത്രിയെ അറിയിച്ചത്. ഇനിയും ഗാസയിൽ സൈനിക നടപടി തുടരാനാണ് ഇസ്രായേലിന്റെ നീക്കമെങ്കിൽ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങളുടെ ഇസ്ലാമിക രാജ്യങ്ങളുടെ സംയുക്ത ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭീഷണിയാണ് ഇപ്പോൾ ഖത്തറും സൗദി അറേബ്യയും മുഴക്കിയിരിക്കുന്നത്. എന്നാൽ ഇതിനെ ഇസ്രായേൽ മുഖവിലേക്ക് എടുക്കുന്നില്ല. മറുഭാഗത്ത് അമേരിക്ക ഇസ്രായേലിന് പരിപൂർണമായ പിന്തുണയുമായി രംഗത്തുണ്ട്. ഗാസയിൽ ഹമാസിനെതിരെ വീണ്ടും ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതുപോലും അമേരിക്കയുടെ പിന്തുണയോട് കൂടിയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. 11 ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നാണ് സേന അവകാശപ്പെടുന്നത്. പിന്നാലെ 4 പേരെ കൂടി പല ഘട്ടങ്ങളിലായി വധിച്ചുവെന്നും ഇസ്രായേലി സേന അവകാശപ്പെടുന്നുണ്ട്. ഇവരെ കൂടാതെ 5 ഹമാസ് ഭീകരന്മാരെ റഫയ്ക്ക് സമീപം വെച്ച് പിടികൂടിയെന്നും ഇസ്രായേലി സേന അവകാശപ്പെടുന്നു. ഗാസയിലുടനീളം ഹമാസിനെതിരെയുള്ള വളരെ ശക്തമായിട്ടുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയിൽ ഹമാസ് വേട്ട തുടരുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് പുറത്തുവിടാൻ കഴിയുന്നത്. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിക്കുന്നത്. ഇസ്രായേലിനുള്ളിൽ കടന്നു കയറിയ ഹമാസിന്റെ ഭീകരന്മാർ 1500ഓളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ വധിക്കുകയായിരുന്നു. ജീവനോടെ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി. സ്ത്രീകളെ തെരുവിലിട്ട് ബലാത്സംഗം ചെയ്തു കൊന്നു. നിരവധി പേരെ 300-ലധികം പേരെ ഇസ്രായേലിൽ നിന്ന് ഹമാസിന്റെ ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഇതിൽ നിരവധി പേരെ പിന്നീട് ബങ്കറുകൾക്കുള്ളിലിട്ട് തന്നെ വധിച്ചു. കുറെ പേരെ ഇസ്രായേലി സേനയ്ക്ക് കൈമാറി. ഇനിയും നിരവധി ബന്ദികളുടെ മൃതശരീരങ്ങൾ കൈമാറാനുണ്ട് ഇസ്രായേലിന് ഹമാസ്. അതിന് കൃത്യമായ സമയപരിധി ഇസ്രായേൽ അനുവദിച്ചു നൽകിയെങ്കിലും ആ സമയപരിധിക്കുള്ളിൽ മൃതശരീരാവശിഷ്ടങ്ങൾ കൈമാറാൻ ഹമാസ് തയ്യാറായില്ല. ഇതോടുകൂടിയാണ് വീണ്ടും ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷമായ വ്യോമാക്രമണവും ഡ്രോൺ ആക്രമണവും ഇസ്രായേൽ നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഗാസയിൽ 15 ഹമാസ് ഭീകരന്മാരെ വധിച്ചുകൊണ്ടുള്ള ആക്രമണം ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. ബങ്കറുകളിൽ ഇനിയും ഹമാസ് ഭീകരന്മാർ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്കുകൂട്ടൽ. അതേസമയം ബങ്കറുകൾക്ക് ചുറ്റും വലിയ സ്ഫോടക വസ്തു ശേഖരം സൂക്ഷിക്കുകയും ബങ്കറുകളെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് തകർക്കുകയും ചെയ്യുക എന്നൊരു രീതിയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേലി സേന മുന്നോട്ട് പോകുന്നത്.